മാത്രമേ ഇനി ഈ പറയണതുപോലെ നമുക്ക് ഗ്യാങ് ആർപിയും ഗ്യാങ് വണ്ടിയും കാര്യങ്ങളൊക്കെ കൊണ്ടുവരാൻ പറ്റുള്ളൂ. മനസ്സിലായോ? കപ്പിൾ ആർപി ക്യാമ്പ് സൈസ് കൂടുതലല്ലേ? കപ്പിൾ ആർപി കളിക്കാൻ പെണ്ണ് വേണ്ടേടാ, പെണ്ണില്ലല്ലോ. വെയിറ്റിംഗ് ഫോർ വൈറ്റ് വാഷിങ്. അതെന്തോ അങ്ങനെ പറഞ്ഞേ? ഓ, ഇതിന്റെ റിപ്ലൈ ആണോ? റെഗുലർ ആയാൽ കിട്ടും. എടാ നിങ്ങളെ കേരള വിഷൻകാരോട് ഒന്ന് പറയണത് എന്നെ റെഗുലറായിട്ട് ലൈവ് ഇടാൻ സമ്മതിക്കാൻ. ഇത് ലാസ്റ്റില് നമ്മൾ വാറിലല്ല. മോനെ എന്നെ ഗറാജിൽ വരെ ഒന്നാക്കൂടാ, കഷ്ടമുണ്ട്. ഞാൻ ഇതുവരെ നിന്നെ ഉപദ്രവിച്ചതിലൊക്കെ ഞാൻ ക്ഷമ ചോദിക്കുന്നു. വാ ഗറാജിൽ പോ. ഈ അപ്പാപ്പന ഉണ്ടല്ലോ, പാക്കറ്റ് ലോസ് ഉള്ള ഒരു കുതിരയെ തന്നെ പറ്റിച്ചതാണ്. 2.20 കോടിക്ക് പാക്കറ്റ് ലോസ് ഉള്ള കുതിര. ഇത് ഓടൊന്നും ഇല്ലടാ. ഇത് കണ്ട പാക്കറ്റ് ലോസ് ആണ് ഇതിന്. ഈ കുതിരക്ക് പാക്കറ്റ് ലോസാ. ചവിട്ടി തരുവേ. എന്തിന് കുതിരക്ക് മതം ഇളകിയ? ഇതിനെ എനിക്കിപ്പോ ഇത് ചെയ്യാൻ പറ്റാത്തടാ. പെറ്റ് മെനു, ഹെൽത്ത് ഫുള്ള്, ഹങ്കർ, ഫീഡ്, യു ഡോണ്ട് ഹാവ് പെറ്റ് ഫുഡ്. ചേട്ടാ വണ്ടി നിർത്തുവോ? പീഡിയും വന്ന് ചോട്ടിയോ? ഹലോ സുഹൃത്തെ, കേക്കാവോ? സുഹൃത്തെ എന്നെ ഒരു ഗറാജ് വരെ വിടുവോ? പിന്നെന്താ? ഓക്കെ. പേരെന്താ? സ്പാരോ. ഓക്കെ. തത്തക്കുട്ടൻ. ഓക്കെ, നല്ല പേര്. എന്റെ പേര് ഒരു പക്ഷിയുടെയാ. എന്തുവാ? പരുന്ത്. പരുന്ത്. കൊള്ളാം പരുന്ത്. വാലോ തലവല്ലോട്ടും പരുന്ത്. പരുന്ത് വാസു. അടിപൊളി. ഇവിടെ ഫാമിലി ആണോ അതോ? അല്ലല്ല, ചുമ്മാ ടാക്സി ഒക്കെ ഓടിച്ച് നടക്കുന്നു. ഓക്കെ. അപ്പൊ വളരെ നന്ദിയുണ്ട്. ടാക്സി ചാർജ് വല്ലതും തരണോ? തന്നാലും സന്തോഷം. ഒരു സെക്കൻഡ് തരാം. ഇതെങ്ങനെയാ ടൈപ്പ് ചെയ്യുന്നേ? ഇത് മൊത്തത്തിൽ ഗീവായി പോവോ? ദൈവം പറഞ്ഞ് ജോലി ഒന്നും ചെയ്യില്ല. അപ്പൊ ചുമ്മാ കറങ്ങി നടക്കുമായിരുന്നു. വണ്ടി എന്തായാലും പോയി. എത്ര രൂപയാണ് ഇവിടെ ടാക്സി ഫീ? എന്താ പറയാ, കേട്ടില്ല. എത്ര രൂപയാണ് ടാക്സി? ഇത് 50,000 രൂപയുടെ ടാക്സിയാണ്. ഇപ്പൊ ഞാൻ ഇപ്പൊ വണ്ടി ഒരു 1/2 കിലോമീറ്റർ വിട്ടാൽ 50,000 രൂപ. 50,000 രൂപയുടെ ടാക്സിയാണ് ഇത്. 50,000 രൂപയുടെ ടാക്സി ആണല്ലേ? റെന്റല്ലേ. കിട്ടിയോ? നോക്കിയേ, കിട്ടിയോ? ഇല്ലല്ല, ഒന്നും കിട്ടിയില്ലേ? ഇറങ്ങി നിക്കണോ? ഒന്ന് ഇറങ്ങിക്കോ. പിന്നെന്താ, ഇറങ്ങി നിക്കണം. എന്താ പരിപാടി? എങ്ങനെയൊന്നുമില്ല. കിട്ടിയില്ലേ? കിട്ടി. 10,000 രൂപയുടെ വണ്ടിയുടെ 5-1. ഭയങ്കര കൂടുതല, എന്തായാലും കുഴപ്പമില്ല. വണ്ടിയുടെ 5-1. അതെ ഭയങ്കര കൂടുതലാണ്. നന്ദിയുണ്ട്. എന്താ പരിപാടി? എനിക്കിവിടെ ഒരു കുടുംബം ഉണ്ടായിരുന്നു. അപ്പൊ കുടുംബത്തിന്റെ സാധനങ്ങളൊക്കെ വരുന്നതേ ഉള്ളൂ. അപ്പൊ അത് ഒന്ന് പോയി എല്ലാം ഒപ്പിട്ട് മേടിക്കണം. അതിനുവേണ്ടി പോവാൻ. ഓക്കെ. ശരി.
യൂണിറ്റ് 10 100,000 10,000 lakh. ഇത് എക്സലാൻഡിസ് V3 അല്ല, എക്സലാൻഡിസ് ഊംബീർ. 5 ലക്ഷം അവിടുന്ന് ഇവിടെ വരെ ഒന്ന് വണ്ടി ട്രാൻസ്ഫർ ആക്കാൻ. അപ്പോൾ ബ്രാവോ നമ്മുടെ അടുത്തൊക്കെ പറയണതെന്ന് വെച്ചാൽ ഇനിയിപ്പോൾ ഇവിടെ ജിമ്മ് കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവിടെ ജീവിക്കുക. ഒരു ചായ കുടിക്കണമെങ്കിൽ 1 കോടി രൂപ. മനസ്സിലായോ? ഇനി എങ്ങനെ ജീവിക്കണം? ഈ സിറ്റിയിൽ തന്നെ ജീവിക്കണം നമ്മൾ. സെർവർ ഡിഗ്രേഡ് എന്ന് പറഞ്ഞ നാളെ എനിക്ക് ബാൻ, ഒരു സംശയവും ഇല്ല. ജിമ്മില്ല, ജിം സെറ്റപ്പ് മാറ്റിയോ? നാളെ എനിക്ക് പെർമനന്റ് ബാൻ ആണെങ്കിൽ ഇതാണ് കാര്യം കേട്ടാ. എനിക്ക് വേണ്ടി നിങ്ങൾ ഫൈറ്റ് ചെയ്യണേ. പിന്നെ 5 ലക്ഷം. ഹലോ സുഹൃത്തെ. അയ്യോ ഹലോ സുഹൃത്തെ, ഞാൻ ജസ്റ്റ് ഒരു സംശയം ചോദിക്കാൻ വേണ്ടിട്ടാണ്. അതായത് ഒരു ഗറാജിൽ നിന്ന് ഇപ്പുറത്തെ ഗറാജിലോട്ട് വണ്ടി ട്രാൻസ്ഫർ ചെയ്യാൻ 5 ലക്ഷം രൂപ എന്ന് പറയുമ്പോ ഇച്ചിരി കൂടുതലല്ലേ? സമരം വിളിക്കാം. കൂടുതലല്ലേ? കൂടുതലാണ്. പിന്നെ എല്ലാ സിറ്റിയിലും എല്ലാവരുടെ അഭിപ്രായം. ഞാനൊരു കാര്യം പറയട്ടെ ബ്രോ, ഞാനൊരു കാര്യം പറയട്ടെ പിന്നെ പറ ബ്രോ. ഇവിടെ സത്യം പറഞ്ഞ ഒരു ജോബിന് കിട്ടുന്ന എത്രയെന്നറിയോ? ഇവിടെ മാക്സിമം പണിയെടുത്താൽ കിട്ടുന്ന എത്രയെന്നറിയോ? വലിയ എമൗണ്ട് ഇല്ല, പട്ടിയ കണക്കിരുന്ന് പണിയെടുക്കണം. ഞാനങ്ങനെ പഠിക്കുവാത്തോടെ എനിക്ക് അതിനെ പറ്റി വലിയ ധാരണ ഇല്ല. നമുക്കൊരു പണി ചെയ്താ അപ്പൊ മനസ്സിലാവൂല എത്ര കിട്ടുന്നതുള്ളൂ. ഒരു പണി ചെയ്താൽ വേറെ പ്രശ്നമൊന്നുമില്ല, ഒരു പണി ചെയ്താൽ നല്ലതായിരിക്കും. എന്തൊക്കെ പണിയാണ് ഇവിടെ ഉള്ളത്? ഇവിടെ ടോട്ടലി ഞാൻ ചെയ്തിട്ടുള്ളത് 5 പണിയുണ്ട്. ഇവിടെ പോസ്റ്റലുണ്ട്, ടാക്സി ഉണ്ട്, മറ്റേ ട്രാഷ് വേസ്റ്റ് ഇതിനകത്ത് ഏതിനകത്താണ് ഒരു കുറച്ചെങ്കിലും പൈസ കിട്ടുന്നത്? അയ്യോ അങ്ങനെ ഇല്ല, സത്യം പറഞ്ഞ അങ്ങനെയില്ല. എല്ലാത്തിലും സെയിമാ, പക്ഷെ ലെവല് കൂടണം. ലെവല് കൂടുമ്പോൾ നമുക്ക് പൈസ കൂടും. ലെവല് കൂടണമെന്ന് പറഞ്ഞാൽ ഒരു മാസത്തില് 30 ദിവസത്തില് ഒരു 29 ദിവസം ഇതിനകത്ത് ജീവിക്കണം. ജീവിക്കണം, എന്നാ ലെവല് കൂടും. അങ്ങനെയാണെങ്കിൽ ലെവല് കൂടും, അല്ലെങ്കിൽ ലെവല് കൂടും. നല്ല സെറ്റപ്പുകളൊക്കെയാണ്. അപ്പൊ പക്ഷെ കഴിഞ്ഞേല് ഇങ്ങോട്ട് വന്നോണ്ട് എത്തി കൊള്ളാം, അത്ര പൈസ ഉള്ളോണ്ടേ. നമുക്ക് സമരം ചെയ്ത് ഇതുപോലെ എല്ലാം കുറപ്പിച്ചിട്ടുള്ളതാ. വേണമെങ്കിൽ നമുക്ക് സമരം ചെയ്ത് ഈ ട്രാൻസ്ഫർ ഇതൊക്കെ കുറപ്പിച്ചാലോ പൈസ. സത്യം അതൊരു സമരം വിളിക്കുന്ന ഏറ്റവും വലിയൊരു കാര്യം. സമരം വിളിച്ചാലേ ഞാൻ കൂടെ വേണമെങ്കിൽ പീഡിയുടെ മുമ്പിൽ ചെന്ന് ഞാൻ വരാന്നും പറയുമല്ലോ. അങ്ങനെയല്ല, മറ്റേ ഇല്ല, കാരണം നമ്മൾക്ക് ജീവിക്കണ്ടേ ഇവിടെ, നമ്മളിവിടെ ജീവിക്കണ്ടേ, നമ്മളിവിടെ ജീവിക്കല്ലോ. ഞാൻ ഇവിടെ കോട്ട് സൂട്ടിട്ട് ഇത് ബിസിനസ് മാനാണ്, പക്ഷെ ഇവിടെ ആവുന്നില്ല, പൈസ എടുത്തിട്ടുണ്ട്. ഞാൻ കോട്ട് സൂട്ട് നടന്നതാ. ഇപ്പൊ 5 വയസ്സില്ലാത്തോണ്ട് ഇങ്ങനെ പഴയ. പേരെന്താ? എന്റെ പേര് പരിന്തുവാസു. പരിന്തുവാസു. ഞാൻ സണ്ണിക്കുട്ടൻ. നൈസ് ടു മീറ്റ് യു. നിങ്ങളൊക്കെ ഇവിടെ കുടുംബത്തിലുള്ള ആൾക്കാരാണോ അതോ? ഇല്ല, ഞാൻ ക്ലബിലുള്ള, ഞാൻ ബിസിനസ് മാനാ. ഇവിടെ സൂപ്പർ മാർക്കറ്റ് നമ്മളതാണ്. സൂപ്പർ മാർക്കറ്റ്. ഓ, അപ്പൊ സ്വന്തമായിട്ട് ഫുഡ് ഒന്നും മേടിക്കണ്ട, എനിക്ക് അതും ചിലവാണ്. ഓ, നിങ്ങൾ വന്നാ മതി. നിങ്ങൾക്കൊക്കെ വേണമെങ്കിൽ നമുക്ക് ഇവിടെ സ്പെഷ്യൽ കൗണ്ടർ ബുക്ക് സെറ്റ് ചെയ്ത് വെക്കാം. ഓ, അങ്ങനെയാണെങ്കിൽ കൊള്ളാം. പക്ഷെ തുറന്നില്ല, തുറക്കട്ടെ. സൂപ്പർ മാർക്കറ്റ് തുറന്നില്ല? ഇല്ല, അതും തുറന്നിട്ടില്ല, തുറക്കണ്ടേ, തുറന്നു തരണ്ടേ അവര്. ബാക്കി രണ്ടുപേരും അപ്പൊ നീ എങ്ങനെ കണ്ണ് കാണും? ഹലോ, നിനക്ക് കണ്ണ് കാണണ്ടേ? ഹലോ, എന്താ അറിയില്ലേ നിങ്ങൾക്ക്? ഇല്ല. ഹലോ, ഈ ശബ്ദം ഞാൻ എവിടെ കേട്ടോടാ? ഒന്നുകൂടെ സംസാരിച്ച. ഹലോ ഹലോ, എനിക്ക് കേട്ട മാറി ഇருக்கு ഈ സൗണ്ട്. നീ ഇത്ര നേരം മലയാളം അല്ലേ പറഞ്ഞേ? മലയാളം പറഞ്ഞത്? മലയാളം തന്നെ, വേറെ വേഷമൊന്നുമില്ല. ഇവ തമിഴ് പറഞ്ഞു. അത് തമിഴ്, ഇത് തമിഴ്, അത് തമിഴ്. നീ ഗോസ്മറല്ലടാ? അല്ല, നിങ്ങൾക്ക് എങ്ങനെ തോന്നുന്നത് അങ്ങനെ പറയാൻ? അത് കണ്ടിട്ട് എന്നാ പിന്നെ വിട്ടാ തെറ്റിപ്പോയതാ. എനിക്ക് ഇങ്ങനെ ഒരു പയ്യന്റെ അറിയായിരുന്നു, അതുകൊണ്ട് ചോദിച്ചതാ. എന്റെ വണ്ടിയാണ് അടിച്ചു തരുവേ. ഈ സിറ്റിയിൽ ഒറ്റ ഏറെ ഉള്ളത് ഈ സിറ്റിയിൽ ഒറ്റ ഏറെ ഉള്ളത് അത് എന്റെയിലാണ്. റിപ്പോർട്ട് നിന്റെ ശബ്ദം പുറത്തു വന്നേ.
കൊള്ളാം. പീടി വിളി വിളി പീടി വിളി. ഇന്ന് നിങ്ങൾ ഇവിടെ നിന്ന് പോകത്തില്ല. എന്റെ മച്ചാനെ നമ്മളേലും ഇവിടെ തോക്കില്ല. മച്ചാനെ പീടി ഒന്നും നമ്മളെ കൊണ്ടുപോയില്ല മച്ചാനെ. ഭരത്ചന്ദ്ര സാറിനെ ഞാൻ വിളിച്ചു തരട്ടെ? ഭരത്ചന്ദ്രനായിട്ട് എന്തൊരു കോണ്ടാക്ട്? ഇവിടെ വന്ന് പീടി പോയിട്ട് നമ്മളെ ഒരാൾ പോലും കൊണ്ടുപോയില്ല. ദൈവമേ, ഇവര് പോലീസ് ഒന്നും വിളിക്കില്ലേ? ഇവിടെ ഏതെങ്കിലും പീടി വരുമോ എനിക്കൊന്നും അറിയണമല്ലോ. ഇവിടെ വന്ന് നമ്മളെ ഈ തോക്ക് മേടിച്ചോണ്ട് പോവാൻ. ഞങ്ങൾ ഐജിസിനായിട്ട് അങ്ങനെ പ്രശ്നമൊന്നും ഇല്ലല്ലോ. ഒരു IG സെറ്റാ? അല്ലല്ല, ഞാൻ പെട്ടെന്ന് ചോദിച്ചാണ് ഇവിടെ. അപ്പൊ നമുക്ക് എന്തായാലും ഒരു സമരം വെക്കാം ഉടനെ. പിന്നെ വേണം, എനിക്ക് അത്യാവശ്യമാണ്. സമരം ഇല്ലെങ്കിൽ ഒന്നും നടക്കൂല. എപ്പോഴെങ്കിലും പരുന്തു വാസു സമരത്തിന് വിളിക്കുമെന്ന് കണ്ടാ വരണം കേട്ടോ എല്ലാരും. നമ്മളെല്ലാരും ഉടനെ അവിടെ പീടിന് മുമ്പിച്ച് നമ്മൾ ഇങ്ങനെ നിൽക്കും, സല്യൂട്ടും കൊടുത്ത്. അല്ല സല്യൂട്ട് അല്ല, മുദ്രാവാക്യം മുദ്ര. അത് തന്നെ മുദ്രാവാക്യം. അതനുസരിച്ച് നമ്മളവിടെ മുമ്പ് ചെയ്യും. ഇവിടെ വണ്ടി എടുക്കുന്നതിന് 5 ലക്ഷം. എനിക്ക് അപ്പഴും പിടി കിട്ടി. കണ്ടല്ലേ? നീ മുഖത്തിന് തുണിയിട്ട് ചട്ടിയിലെ ഗോസ്മറല്ലേ? ഞാൻ വിചാരിച്ചോ മനസ്സിലാവില്ല അത്. പിന്നെ നിന്റെ ശബ്ദം കേട്ട പിടിക്കൂല ഇതിന്റെ. ഓ ഇടിച്ച നമ്മുടെ റേഡിയോ നമ്മളെ പരിപാടി എന്താ? നമ്മളിങ്ങനെ വന്നപ്പോ കണ്ടു, അപ്പം സമരം വിളിക്കണോന്ന് പറഞ്ഞു ഇയാൾ. എന്തിട്ട് സമരം? വണ്ടി എടുക്കുന്നതിന് ചെലവല്ലേ? നീ ഒന്ന് ആലോചിച്ചേ, ഒരു ഗറാജിൽ നിന്ന് ഒരു വണ്ടി വേറൊരു ഗറാജിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ 5 ലക്ഷം. സത്യം വണ്ടി എടുക്കണമെങ്കിൽ 5 ലക്ഷം ഓരോ ടോളില് കയറുമ്പോ 15,000 രൂപ വെച്ചിട്ടേ. ടോള് മാറി, ടോള് 5,000 ആക്കി. എടാ ഒരാളായിട്ട് പോയാൽ ഇതേ പറയുള്ളൂ. നമ്മൾ കൊറേ പേരായിട്ട് പോണം. എടാ ഞാനിപ്പോ വരാവേ. നമ്മൾ കൊറേ പേരായിട്ട് പോയാലേ എന്തെങ്കിലുമൊക്കെ നടക്കുള്ളൂ, മനസ്സിലായ? പിന്നെ ഞാൻ റെഡി. നീ വീണ്ടും നീ എന്റെ വണ്ടി കയറിയ വീണ്ടും നീ എന്റെ വണ്ടി കയറിയ. അതറിയാണ്ട് കൈ അറിയാണ്ടൊക്കെ അപ്പൊ ഞാൻ പോയിട്ട് വരാം കുറച്ച് പണിയുണ്ടേ. വണ്ടിയിലെ സൈഡിലേക്ക് ഇരുന്ന പ്രശ്നം. നീ കയറിയോ? ഒതുക്കി വിടാ ഞാൻ. ഗോസ്ബർ കയറിയോ? അതല്ലൊരു കാര്യം. നീ എങ്ങനെ ഇവിടെ എത്തി? ഞാനിവിടെ മറ്റേ നമ്മുടെ ഇലക്ട്രിക് വർക്ക് ഇല്ലേട്ടെ ഒക്കെ ചെയ്തിട്ട് വരണ വഴിയിലൂടെ നടത്ത ആൾക്കൂട്ടം. എല്ലാത്തിനും ഒരു ന്യായം ഉണ്ട് ഇതിന്റെ. എന്റെ ടീം ഞാനൊരു കാറില്ലാണ്ട് എവിടെ വരൂല. പിന്നെ എനിക്ക് അറിഞ്ഞൂടെ? റീസൺസ് ഇല്ലാണ്ട് നമ്മൾ എന്ത് കാര്യത്തിൽ തെറ്റൊരു കാര്യം. അതെ അതെ അതെ. അതായത് ഇവിടെ ഇങ്ങനെ എത്തിപ്പെട്ട് ഞാനവിടെ എല്ലാരുമായിട്ടൊന്ന് ഈ സിറ്റിയിലെ പ്രശ്നങ്ങളൊക്കെ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുവായിരുന്നു. എന്താണ് സ്ലാഷ് മൈക്ലിക്കോ? ഹലോ ഹലോ നിങ്ങൾക്ക് കീഴിലോ എന്റെ അമ്മോ. ചില അമ്മാരേ ഉള്ളു കുണ്ണങ്ങള്. ഞാനൊരു സാധനം സെറ്റ് ചെയ്യാൻ വേണ്ടി പോയായിരുന്നു. സാധനം സെറ്റ് ചെയ്യാനാ? എന്നിട്ട് അങ്ങനല്ലടാ, ഈ റേഡിയോ ഞെക്കുമ്പോ ഇങ്ങനെ ശബ്ദം കേട്ടോണ്ടിരിക്കണം, അത് മാറ്റാൻ വേണ്ടി പോയതാ. അതൊക്കെ എങ്ങനെ മാറ്റുന്നതെന്ന് അറിയാവോ? എങ്ങനെ? റേഡിയോന്റെ സൗണ്ട് മാറ്റാൻ പറ്റൂല, അത് നമ്മള് കേട്ടോണം. പ്രശ്നമുള്ളത് നീ മണ്ടനാണോ നീ? എടാ റേഡിയോ ഞെക്കുമ്പോ അതിനകത്ത് കീന്നൊരു ശബ്ദം കേക്കൂലടാ. അതിപ്പോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എടാ അത് T/mic click എന്ന് നിന്റെ ബ്രെയിനിൽ ഫീഡ് ചെയ്യണം. മൈക്ക് ക്ലിക്ക്. ആ മനസ്സിൽ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കും T/mic click. അത് നിന്റെ മനസ്സിൽ ഫീഡ് ചെയ്ത് കഴിഞ്ഞാ ആ സൗണ്ട് പിന്നെ കേൾക്കില്ല. ഇത് ഇപ്പൊ എവിടുത്തെ മനസ്സിലായി? എടാ എത്ര 5 വർഷമായില്ലടാ ഞാൻ ഈ സിറ്റിയില്. 5 വർഷമായിട്ട് ഈ സാധനം ഇവിടെ ഉണ്ടായിരുന്നില്ല. എത്ര സിറ്റികളിൽ പോയിരിക്കുന്നത്? എത്ര സിറ്റികളിൽ പോയിരിക്കണ? എത്ര സിറ്റികളില്? ഒരിടത്താണോ നമ്മളുള്ളത്? അല്ല അല്ല പിന്നല്ലാതെ. നിന്റെ പരിചയം, നീ വണ്ടിക്കകത്തോട്ട് കേറിയേ. 0 ഡിലേയിലാണ് ഞാൻ. കേറ്. ഗോസ്മറെ പോയിട്ട് വരാവേ. നമ്പർ ഞാൻ നമ്പർ എടുത്തിട്ടില്ല. എന്റെ നമ്പർ എടുത്തിട്ട് നീ വിളിച്ചാൽ മതി. ഞാൻ ഈ നമ്പർ എപ്പോ വേണമെങ്കിലും മാറാം, ഏത് സാഹചര്യത്തിലാണെങ്കിലും മാറാം. ഞാൻ നമ്പർ എടുത്ത് തരാം. നിന്നെ പിന്നെ കണ്ടു കിട്ടുമല്ലോ, ഈസി അല്ലേ? ഓ ശരി.
സുഖാണോ അണ്ണാ? ഓ എനിക്ക് നല്ല സുഖം. നിനക്ക് എങ്ങനെ സുഖമാണോ? പിന്നെ എടാ എല്ലാരും എവിടെ ഉണ്ടാ? നേരെ പോണ്ട, ഗ്യാങ്സ് ഇല്ല. ഗ്യാങ് ഹൗസ് ഇല്ലല്ലോ. ഇതെന്താ ഒരു സാധനം നിക്കുന്നേ? സ്റ്റാച്ചു എന്ന് തോന്നുന്നു. സ്റ്റാച്ചു ഒന്നുമല്ല ഇത്. അടങ്ങുന്നുണ്ട്. ഹലോ ഹലോ അയ്യോ മോനെ കേക്കോ? ഹലോ എനിക്കാണ് ഈ എലിയെ കാണുമ്പോഴേ ചെകുത്തേട് വരും, അതുകൊണ്ടാ. വേറെ ഒന്നും വിചാരിക്കല്ലേ. അമ്മ എലിയാണോ? പിന്നെ എലിയുടെ അമ്മ പിന്നെ പൂച്ചയാവോ? അതെന്തിനു വർത്താനം? ഹലോ പേരെന്താണ്? സുഹൃത്തെ പേരെന്താണ്? എന്റെ പേര് പരന്തോസ്. സുഹൃത്തിന്റെ പേരെന്താ? എന്റെ ഒരു സെറോക്സ്. സെറോക്സ്. ഓ സെറോക്സ്. ഹായ്. ഞാൻ അറിയാം. Nice to meet you. Nice to meet you. എന്താണ് പരിപാടി? പരിപാടി നമ്മള് ഫാമിലിയുടെ കുറച്ച് പരിപാടി ഉണ്ടായിരുന്നു. നമ്മൾ അതിലേക്ക് ഒന്ന് പോവായിരുന്നു. ഓക്കെ പോയിട്ട് TV അല്ലേ? എന്തോ? TV അല്ലേ? അതെ അതെ ടി വി ഞാൻ കേപ്പി. KP അല്ലേ? ഓക്കെ പരിചയപ്പെട്ടേ സന്തോഷം. ഹലോ ടോൺ അറിയില്ല അണ്ണാ. ഹലോ ഇതാ ദേവക്കുട്ടിയായിരുന്നാ? ഓ ഹസന ദേവക്കുട്ടി ഓരോ ദിവസം ഓരോരോ അപ്പിയറൻസ് ആണല്ലോ. പിന്നല്ല ഇവിടെ ഇവിടെ ഒരു ബൊമ്മേനെ കണ്ടിരുന്നു. ഓക്കെ കാണാം. ഓക്കെ ശരി. ഹലോ മാമ. ആ പറ. അവിടെ ഉണ്ട് അമ്മ. ഏതമ്മ? എലിയമ്മ. എലി എലി അവിടെ നിക്കുന്ന അമ്മ. ഇല്ല കാണണ്ട താല്പര്യമില്ലാത്തോണ്ട വേറെ ഒന്നും കൊണ്ടല്ല. കാണണ്ടേ? അമ്മേനെ കാണണ്ടേ? അമ്മേനെ കാണണ്ട. അത് അമ്മയാ. ആണോ? നല്ല കാര്യം. ഇതൊക്കെ പ്രതീക്ഷിച്ചുള്ളൂ. അയ്യോ ഈ എലിയുടെ തൊന്തയായിട്ട് ജീവിക്കേണ്ട വന്നേരെ. അപ്പൊ മോനെ പോയിട്ട് വരാം. ടാറ്റാ. അയ്യോ റിലേഷൻഷിപ്പിലും കാണാൻ ആരെങ്കിലും ഒന്ന് ആലോചിച്ച് നോക്കി. മുതുകി കൂടെ പോകുമ്പോ ഓക്കെടാ പോയിട്ട്. നീ മറ്റേ എലിയുടെ തന്തയല്ലേ? എല്ലാവർക്കും നല്ല സ്പീഡല്ലേ നെറ്റിന്? എല്ലാവർക്കും നല്ല സ്പീഡല്ലേ നെറ്റിനെന്ന്? അതെന്താ? അല്ല പെട്ടെന്ന് എത്തിയോണ്ട് ഞാൻ ചോദിച്ചു. ഓ അങ്ങനെ. എടാ എല്ലാരും ബാക്കിയുള്ളവർ എന്ത് എന്താ സൗണ്ടിന് എന്ത് പറ്റിയടാ? എടോ ഞാൻ എന്താ കണ്ടത്? സിറ്റിയില് പൈസ ഉണ്ടാക്കാൻ ഭയങ്കര പാടാ. അപ്പൊ ആൾക്കാര് പുതിയ ഓപ്ഷൻസിലോട്ട് പോകുന്നുണ്ട്. മന്ദാരം അതിലെന്താ തെരഞ്ഞെടുത്തത്? അറിഞ്ഞൂടാ. കഴിഞ്ഞ ദിവസം മുട്ട കുഴമ്പൊക്കെ തേക്കുന്നുണ്ടായിരുന്നു. ആപ്സ് അഡ്വർടൈസിംഗിൽ ഞാൻ എന്തോ കണ്ടോ? ഒരു സെക്കൻഡ്. കുക്കുഡു കാർലോ. അവിടെയും കാർലോ. ഞാൻ ഇവിടെ മുതുക്കിലുണ്ട്. എലി വാസു. അത് കേക്കാൻ തന്നെ അരോചകം. അതെ മുച്ചിരി പെണ്ണ് നോക്കുന്നുണ്ട് ഫ്രണ്ടില്. ഏതാ മുച്ചിരി? ബ്ലാക്ക് നേരെ ഫ്രണ്ടില് വെള്ള കയറ്. ആ ഇപ്പൊ കാണാം, മനസ്സിലായി. ഓടി അവിടെ ഓടി. മുച്ചിരി വണ്ടിക്ക് ഇത് എന്താ വണ്ടി? നിനക്കൊരു
ഞാൻ കണ്ടിട്ടില്ല, അള്ളാണെ കണ്ടിട്ടില്ല. ഇതിട്ടില്ലാനിയാ ആ നിന്നെ ഇത്ര നേരം ഞാൻ റേഡിയോക്കകത്ത് മുച്ചിരി മന്ദാരം എവിടാന്ന് ചോദിച്ചപ്പോ നീ വാവെന്ന് തുറന്നില്ലല്ലോ. മുച്ചി നമുക്ക് കേട്ടിട്ട് എന്റെ അടുത്ത് ഒരു ചെങ്ങായിട്ട് വാസോണ്ട് അങ്ങോട്ട് പോയി നോക്കിയാട്ടോ, ഒരു ചെങ്ങായിട്ട് അല പല പല നക്കിക്കൊണ്ട് നിൽക്കുന്നു. ഓണ്ട് കേൾക്കുന്നില്ല ഒന്ന് പറയുന്ന റേഡിയോയില്. ഓ അങ്ങനെ മുണ്ടിക്കൊണ്ട് നിൽക്കുമ്പോ അവിടെ പോ. എവിടെ? ഇവിടെ ഒരു ചെങ്ങായിട്ട്, ഒരു ഗോജന്റെ മുടി ഇട്ടിട്ട് ഒരു ചെങ്ങായിണ്ട്. ഒന്ന് മുണ്ടിട്ട് നോക്കിയവനോട്. അതാ ഫ്രണ്ടില് മഞ്ഞക്കളർ. വാ വാ നീ ഇറങ്ങി വാ. നീ മിണ്ട്. ലൈറ്റ് കത്തുന്ന വാ മാമൻ എലി ചേച്ചി അസുന എലി അമ്മേ അണ്ണ എവിടെയായിരുന്നു? എന്താടാ? എവിടെയായിരുന്നു? കാണാറില്ലായിരുന്നു കുറച്ച്. ഞാൻ കുറച്ചു ദിവസമായി വന്നിട്ട് കേറാൻ. ഇത് ഏതാണ്? ജെൻഎക്സ് ആണ് ഡ്രസ്. ജെൻഎക്സാ? അണ്ണ ഇപ്പോഴത്തെ പിള്ളേരുടെ മോഡൽ ഡ്രസ്. സൈനെക്സ് കോസെക്സ് എന്നൊക്കെ പറഞ്ഞ പോലെ ജെൻഎക്സ് എന്ന് ജെൻസി എന്നല്ലേ പറയണേ അതിന്? ടോയ് ടോയ് ഒരാൾക്കൂട്ടം. അമ്പു അങ്ങോട്ട് നോക്കിട്ടോണ്ണ മതില് നോക്കിട്ട് ഒരു തരത്തിൽ എണ്ണിക്കൂലി ഇരിക്കാൻ ഒരു ഹലോ, നമ്മള് കൊറേ നാളായി ഇതുകൊണ്ടൊക്കെ നടക്കാൻ തുടങ്ങിയിട്ട്. നമ്മളെ പഠിപ്പിക്കുന്ന അതെ 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 അതെ. ഹലോ. മുച്ചിരി നീ 6000 പറഞ്ഞേ. ആ മാമൻ ഗോജന്റെ മുടിയിട്ട് അള്ളാ ചെവി പോകുന്ന ഒന്നും കേൾക്കുന്നില്ല. ഓമുണ്ടുമ്പോ ഇപ്പിട്ട മാമൻ ആ ചെങ്ങായി പോയിന്ന് തോന്നുന്നു. ആര് മിണ്ടുമ്പോഴാ നീ 6000 പറഞ്ഞേ? ഞാൻ ഒരു ചെങ്ങായി കാണുന്നില്ല. ചെങ്ങായി വീടുണ്ട്. മുച്ചിരി നീ ഇങ്ങോട്ട് വന്നേടാ. ഹലോ. നിനക്ക് എലിയെ പരിചയമുണ്ടോ? ആ ചെറുങ്ങനെ ബെലിങ്ങനില്ല. ചെറുങ്ങനെ ബെലിങ്ങനെ അല്ല, നിനക്ക് ആളെ നീ കണ്ടിട്ടുണ്ടോ? അറിയാമല്ലോ. ആ അറിയാം. ഹലോ ഹലോ. എന്തു പറ്റിയടാ? എങ്ങനെ അറിഞ്ഞോടാ? നിന്റെ തല എന്താ ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുന്നത്? അത് സ്റ്റൈലാണ്, അറിഞ്ഞോടാ? ഗ്രൂവിങ് തല ഇങ്ങനെ ആവുന്നു, സൗണ്ട് പോകുന്നു. നീ എന്ത് പഠിക്കാ ഇപ്പൊ പൊക്കോണ്ടിരിക്കുന്നേ? ഇലക്ട്രീഷ്യൻ ജോബ്. ഇലക്ട്രീഷ്യൻ. ഇലക്ട്രീഷ്യനാ? എന്റെ പൂച്ചനെ കണ്ടോ? പിന്നെ ഒരു കേസ് പറയാനുണ്ട്. എന്താടാ? കീരിസേട്ട് ഏതോ ഫ്ലാറ്റിൽ നിന്ന് വീണ് ബോധമില്ല, ഓർമ്മയില്ല എന്നൊക്കെ പറഞ്ഞ് നടക്കുവല്ല. മിസ്റ്റർ വാസുവല്ലോ, കേക്കാവോ? ആ കേക്കാം. എന്റെ പേര് റിംബോച്ചി എന്നാണ്. ഓ എനിക്കറിയാം. മനസ്സിലായി. ഒന്നിങ്ങി പോവാ, ഒരു ചെറിയ വിഷയമുണ്ട്. ആണോ? ദേ വരുന്നു. കൊറേ നേരം കൊണ്ട് ഞാൻ ഈ പറയുന്ന കീരിയുടെ റിലേറ്റീവ്സിനെ തപ്പി നടക്കുക. അവസാനം ഒരു പെണ്ണാണ് അമ്പത്തൂരിനെ കാണിച്ചെന്ന്. ഒരു സെക്കൻഡ് മച്ചാനെ, ഒരു സെക്കൻഡ്. 25 മെമ്പർഷിപ്പോ? താങ്ക് യു സോ മച്ച്. അല്ല താങ്ക് യു സോ മച്ച്. അനഫാണോ അതോ മനാഫ് എന്നാണോ പേര്? ബ്രോ താങ്ക് യു സോ മച്ച്. മീൻസ് 25 മെമ്പർഷിപ്പോ? ബ്രോ താങ്ക് യു സോ മച്ച്. മീൻസ് ലോട്ട്. റംബച്ചി പറയോ? കൊറേ നാളായി കണ്ടിട്ട്. എനിവേ നൈസ് ടു മീറ്റ് യു. നൈസ് ടു മീറ്റ് യു റംബച്ചി. ആക്ച്വലി സംഭവം എന്ന് പറഞ്ഞാല് ഞാൻ കീരിനെ 2 ദിവസം മുമ്പ് കണ്ടായിരുന്നു ഇവിടെ വന്നപ്പോ. അപ്പൊ പഴയ ബന്ധമൊക്കെ പുതുക്കിട്ട് 2 ദിവസം കൊണ്ട് ഒരുമിച്ച് അടക്കായിരുന്നു. അപ്പൊ ഇന്ന് വന്നപ്പോ അവിടെ ഇരുന്നിട്ട് അരി ഏതാണ്, പറി ഏതാണ്, മുതിര ഏതാണെന്ന് അറിഞ്ഞുകൂടാതെ ഇരിക്കുന്നത്. അയ്യോ അവന്റെ നോർമൽ ഇപ്പൊ അങ്ങനെയാണ്. ഞാൻ അയാളോട് പോയി ചോദിച്ചു, ഹലോ ബ്രോ സുഖമാണോന്ന് ചോദിച്ചു. എന്റെ അടുത്ത് ചോദിക്കുന്നത് താനാരാന്ന്. അതിപ്പോ എന്നോടാണല്ലോ പെട്ടെന്ന് ചോദിച്ചു, ഞാനതല്ല പറയുള്ളൂ. റിംബോച്ചിയെ കണ്ടാ മനസ്സിലാവട്ടെ, പണ്ടിങ്ങനൊന്നും അല്ലായിരുന്നല്ലോ നടന്നേ. അല്ലാതെ ഉണങ്ങിപ്പോയി. ഇടയ്ക്ക് ചിക്കൻ ഗുനിയയും കൊറോണയും ഒരുമിച്ച് വന്നായിരുന്നു. എന്നിട്ട് ജീവനോടുണ്ടല്ലോ, അത് തന്നെ വലിയ കാര്യം. അല്ല ഞാനേ ഒരു പാഷാണത്തിക്രമി. ഏത് പിന്നെ
അതോട് ആ. അപ്പൊ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാള് വന്നിട്ട് എന്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു. അപ്പൊ എനിക്ക് പെട്ടെന്ന് ഇനി എനിക്ക് ആള് മാറിപ്പോയതാണോ ഡൗട്ട് വന്നു. അപ്പോഴാണ് പറഞ്ഞത് അത് ഭയങ്കര വിഷമിച്ച് എന്റെ അടുത്ത് പറഞ്ഞു, ഞാൻ ഇതേപോലെ എവിടെ കൂടെ നിന്ന് ഒരാൾ പറഞ്ഞു ബിൽഡിങ്ങിൽ നിന്ന് വീണ് ബോധം പോയെന്ന് പറഞ്ഞു. എന്നിട്ട് ഇയാള് പോയിട്ട് നിങ്ങളുടെ അമ്പത്തൂരിനോട് സംസാരിച്ചപ്പോ അമ്പത്തൂർ ഊക്കി വിട്ടു എന്ന് പറഞ്ഞൊരു മൂലക്കിരുന്ന് കരയണുണ്ടായിരുന്നു ഞാൻ വന്നപ്പോ. ഇവിടെ ഉണ്ടോ, സിറ്റിലുണ്ടോ ഇപ്പൊ? അവിടെ ഇരിപ്പുണ്ട്. എന്നിട്ട് ഞാൻ ഇവിടെ കിടന്ന് എനി ടി വി മെമ്പർ, ഫാമിലി മെമ്പർ, കിരിയുടെ റിലേറ്റീവ്, ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ വിളിക്കാൻ പറഞ്ഞ് മെസ്സേജ് അയ്യോ ഞാൻ കണ്ടില്ല കേട്ടോ, സത്യമായിട്ട് ഞാൻ കണ്ടില്ല. അനാഥ പ്രേതം പോലെ ആ മൂലയ്ക്ക് എവിടെ ഞാൻ ചാരി താരാദാസായി. പോയോന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാനത് എന്തായാലും നോക്കിക്കോളാം റിംബോച്ചി, ഞാൻ നോക്കിക്കോളാം. ഞാൻ ഒരു ചെറിയ പണിയിൽ നിൽക്കുക, ഞാൻ ഇത് ഡീൽ ചെയ്തേക്കാം. വിട്ടോ നിങ്ങൾ Okay. Thank you for the information. ചാരി വെച്ചിട്ടുണ്ട് ആളിനത് ആ മതിലിൽ ചാരി ഏത് വെച്ചിട്ടുണ്ട്. മതിലില്? എടുത്തോണ്ട് വാ കാണിച്ചു തരാം. താര ചേച്ചി ഹായ്, സൈക്കോ ഫോക്സി. അറിയാതെ തട്ടിയതാണ്. എന്തോ റാശയോ ഹലോ? കൊക്കോ. ഹലോ, ഇതാരാ? ഹലോ, മനസ്സിലായില്ലേ? അയ്യോ ഇല്ല. ആരാ? താരയായിരുന്നോ? അതെ. ഞങ്ങള് കീരിയെ തപ്പി ഇറങ്ങിയതായിരുന്നേ. ഓ, കീരിയോ? ആ, കീരിക്കടൻ ജോസ്. ഓ, കീരി. വാസു ഞാനപ്പോ എങ്ങോട്ട് പോവാണ്. ഞാൻ ഇവിടെ ചാരി വെച്ചിട്ടുണ്ടായിരുന്നു. കൂടെ ഏതോ ഒരു പെങ്കൊച്ചുണ്ട്, ദർശന എന്ന് പറഞ്ഞിട്ട്. ആ പെങ്കൊച്ചിന്റെ ചുമൽ ചാരിയായിരുന്നു നടപ്പ്. റാശ എന്ന് വിളിച്ചോണ്ട്. എനിക്ക് അറിയില്ല എന്താ സംഭവം എന്നുള്ളത്. ബാക്കിയാ നോക്കിക്കോളാം. പിന്നെ എ റഹ്മാൻ എന്ന് പറഞ്ഞൊരു ചങ്ങായിനെ കാവൽ നിർത്തിയിട്ട് ഞാൻ പോയത്. ഓക്കെ ഞാൻ നോക്കിക്കോളാം. നോക്കാം. അപ്പൊ ശരി, പിന്നെ കാണാം. എന്റെ നമ്പർ 404. എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വിളിച്ചോ. ശരി. ഓക്കെ. എന്താ പറയടാ സമ്മ? ഞാൻ പറഞ്ഞില്ലേ, ഞാൻ കീരിയെ തപ്പി ഇറങ്ങിയതായിരുന്നു. അവരിവിടെ എവിടെയോ ഇരിപ്പുണ്ടെന്ന് പറഞ്ഞപ്പോ ഞാൻ ഇങ്ങോട്ട് കാണാൻ വേണ്ടി വന്നതാണ്. എന്താ താരെന്താ പരിപാടി? ഓ, ഞാനും പ്രത്യേകിച്ചൊന്നുമില്ല. ആണല്ലേ? ഒരു കാര്യം പറയട്ടെ. ഓ പറ താര. ഹാർട്ട് ബീറ്റ് കൂടി. ഹലോ ഹലോ ബ്രോ, പേരെന്തായിരുന്നു? എന്റെ പേര് പരിന്തുവാസു. ബ്രോ ടിവിയിലെ മെമ്പർ ആണോ? ടിവിയിലെ മെമ്പർ അല്ല, ടിവിയിലെ ലീഡറാ. ആ ബ്രോ, ഞാൻ ടിവിയിൽ ഒരാളെ അന്വേഷിച്ചെടുക്കുമായിരുന്നു. കൂട്ടത്തിൽ ഒരാളുടെ ബോധം പോയിട്ടുണ്ടല്ലോ. ആരാണ്? ഷണ്ണാപ്പി വൈറ്റി, ഇങ്ങോട്ട് വാ. കിരി എന്ന് പറയുന്ന ഒരാളെ കെട്ടിടത്തിന്റെ പൊക്കത്തുനിന്ന് വീണിട്ട് ബോധം പോയിട്ട് ഇറങ്ങുന്നുണ്ട്, ആളെ തിരിച്ചറിയാൻ പറ്റാതെ. അതെന്ത് ശബ്ദം കേട്ടെ? അതാ ബ്രിഡ്ജ് ബ്രിഡ്ജോ? യാ മൈ പുസി. യുവർ പുസിയാ? അല്ല, ഇത് സോറി. എന്തിനെ കൊണ്ടൊക്കെയാണ് നടക്കണത് ഈയൊക്കെ? എന്താ ഏമ്പൊക്കെ വിടറ പൂച്ചയെ? ഇച്ചിരി ഫുഡ് കഴിച്ചുള്ളതാണ്. ഈ കീരി എന്നിട്ട് എവിടെ ഉണ്ട്? ഇത്ര നേരം ഇവിടെ നിക്കുന്നുണ്ട്. ഞാൻ വിളിക്കട്ടെ ഒരു കൂടെ ഉണ്ട്. ഷണ്ണാണി ഷണ്ണാണി എന്താ സുഖല്ലേ? സുഖമാണ്. എന്താ പരിപാടി? അല്ല, ഞാൻ നമ്മളെ കൂട്ടത്തിലൊരു പയ്യനെ തിരിക്കാന്. താര എന്തായിരുന്നു പറഞ്ഞോണ്ടിരുന്നേ? അത് നോക്കുന്നു. ഒന്ന് മാറിക്കോ. മാറി നിൽക്കുമ്പോ കൂട്ടു പോയിട്ടാ. എന്തോ വരാൻ പോണേ. എന്തോ ഒരു സെക്കൻഡ്. ഇമോട്ട് ഓപ്ഷൻ ഇതിനകത്ത് ഇല്ല. അതൊന്നും കുറച്ച് ഇമോട്ട് ഹഗ് കൺഫേം. ഓക്കെ അല്ലേ? ഓക്കെ. നമ്പർ അയ്യോ, ഞാൻ ഈ നമ്പർ ഞാൻ നാളെ മാറും. അപ്പൊ പിന്നെ വീണ്ടും പ്രശ്നമാവും. നാളത്തേക്ക് മാറും. നാളെ തൊട്ട് 3333 ആണ് എന്റെ നമ്പർ. ഓക്കെ താര, ഞാൻ എന്നാ അങ്ങോട്ട് പോയിട്ട് വരാം. താരയുടെ നമ്പർ മാറില്ലല്ലോ. എന്റെ നമ്പർ മാറത്തില്ല. അപ്പൊ താരയുടെ നമ്പർ പറ. കിട്ടിയോ? താരാദാസ് അതല്ലേ? അതന്നെ.
ആ ഡി മാത്രം കളയല്ലേ, വിഷമം വരും അവക്ക്. താരാവാസ്. ഓക്കെ തരാം. ഞാൻ എന്നാ അങ്ങോട്ട് പോയിട്ട് അതൊന്ന് കണ്ടുപിടിച്ചിട്ട് വരട്ടെ. ഓ ശരി 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 പോയിട്ട് വായോ. എവിടെയുണ്ട്